തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ BRCയുടെ പരിധിയിലുള്ള സ്കൂളാണ് ഗവൺമെൻറ് LPS തോട്ടയ്ക്കാട്. പുസ്തക കുടുക്കകളിലൂടെ കുട്ടികൾ പുസ്തക ഉടമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണിത്. ഒരു വിദ്യാലയവും അവിടുത്തെ കുട്ടികളും ചേർന്ന് തോട്ടയ്ക്കാട് ഗ്രാമത്തെ ഒരു വായനാ ഗ്രാമമായി മാറ്റിയിരിക്കുകയാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന കഥയരങ്ങുകൾ നടത്തിയത് കുട്ടികളെ ആവേശത്തിലാക്കി. തുടർന്ന് ഇടവേളകളിൽ അധ്യാപകർ അവർക്കായി കഥ പറഞ്ഞു തുടങ്ങി. കുട്ടികൾ വീട്ടിൽ പോയി കഥകൾ അമ്മമാരോടും, അമ്മമാർ പറയുന്ന കഥകൾ കുട്ടികൾ സ്കൂളിലെത്തി കൂട്ടുകാരോടും പങ്കുവച്ചു തുടങ്ങി. എല്ലാവരും ഇരിക്കൂ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ എല്ലാവരും കഥയൊക്കെ വായിക്കാറുണ്ടല്ലേ? കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ ഇന്ന് നമ്മളോട് കഥ പറയാനായി ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളോടൊപ്പം കഥ പറയാനായി ടീച്ചറിനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ടീച്ചറേ, ഒരു കഥ പറയാമെന്ന് വിചാരിച്ചു. ഒരു കരച്ചിലുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞുമോളുടെ കഥയാണ്. അപ്പോൾ കുഞ്ഞുമോൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് ഒരു ദിവസം ഭയങ്കരമായ കരച്ചിൽ. കുഞ്ഞുമോളുടെ അമ്മ എന്ത് ചെയ്തു? കുഞ്ഞുമോളെ എടുത്തിട്ട് ചോദിച്ചു, എന്തിനാ മോളിങ്ങനെ കരയുന്നത്? മോൾക്ക് വിശക്കുകയാണോ? വിശക്കുകയാണെങ്കിൽ അമ്മ ചോറ് തരട്ടെ. ചോറെന്ന് കേട്ടോടാൻ കുഞ്ഞുമോൾ എന്ത് പറഞ്ഞു? എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞ് ഒന്നും കൂടി ഉറക്കെ കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ട് കുഞ്ഞുമോളുടെ അച്ഛൻ ഇറങ്ങി വന്നു. കുഞ്ഞുമോളുടെ അച്ഛൻ എന്താ ഒരു പാവയുമായിട്ടാണ് വന്നത്. മോള് വന്നേ, നമുക്ക് പാവ കളിക്കാം. കുഞ്ഞുമോളെ കഥ ഇഷ്ടപ്പെട്ടോ? ഈ കഥ ചെന്ന് വീട്ടിൽ പറഞ്ഞു കൊടുക്കോ? അമ്മ 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 ഞാനൊരു കഥ പറയട്ടെ. സ്കൂളുണ്ട്, സാറ് പറഞ്ഞൊരു കഥയാണ്. ഇത് കഥയുടെ പേരാണ് കുഞ്ഞുമോളെ കരച്ചിൽ. ഒരു ദിവസം കുഞ്ഞുമോള് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം അമ്മ വന്ന് ഓടി കുഞ്ഞുമോളെടുത്ത് വന്ന്, കുഞ്ഞുമോളെ നിനക്ക് ചോറ് വേണോ? അവള് തുറപ്പറിക്കലും ഒരു പ്ലാവലയും കൊണ്ടുവന്നു. അവര് വെച്ചൊരു കാളേനെ ഉണ്ടാക്കി കൊടുത്തു. കുഞ്ഞുമോൾ അടുത്തേക്ക് ചെന്നിട്ട് അപ്പൂപ്പാട്ട് പറഞ്ഞു, അപ്പൂപ്പ അതിന്റെ കാലൊക്കെ കൊമ്പില്ലേ? ഉണ്ടല്ലോ, 2 കൊമ്പുകൾ. നല്ല കഥയാണല്ലോ. അമ്മ എനിക്ക് വേറെ ഒരു കഥ പറഞ്ഞു തരാം. സ്കൂളിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയാനാണ്. വൈകുന്നേരം ആവട്ടെ, അമ്മ പറഞ്ഞു തരാം. ഇനി അമ്മ കഥ പറഞ്ഞു തരട്ടെ. ഒരിടത്ത് ഒരു പൂച്ചയും മുയലും ഉണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവരിങ്ങനെ നടന്ന് കാട്ടിലൂടെ പോവുകയായിരുന്നു. അപ്പോഴൊരു പുഴക്കരയിൽ ഒരു എലി ഇരിക്കുന്ന കണ്ടു. അപ്പോൾ പൂച്ച എന്ത് ചെയ്ത് പമ്മി 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 പോയി പിടിക്കാനായിട്ട് ചാടി വീണു. മോനെ കഥ ഇഷ്ടായി? നാളെ ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ. മക്കളെ, ഇന്നലെ ടീച്ചർ പറഞ്ഞു തന്ന കഥ നിങ്ങൾ വീട്ടിൽ പോയി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തോ? എല്ലാവരും പറഞ്ഞു കൊടുത്തോ? ടീച്ചറെ, അമ്മ എനിക്കും കൂടെ ഒരു കഥ പറഞ്ഞു തന്നു. ആണോ? ഏത് കഥയാ? പൂച്ചയും. മക്കളും വന്നേ, കൂട്ടുകാർക്ക് എല്ലാവർക്കും ആ കഥ പറഞ്ഞു കൊടുത്തേ. ഇത് കഥയുടെ പേരാണ് മുയലും ആനയും എലിയും പൂച്ചയും. ഒരു ദിവസം ഒരു പൂച്ചയും ഒരു മുയലും ഉണ്ടായിരുന്നു. പൂച്ചയും മുയലും ഇങ്ങനെ നടന്ന് പോയപ്പോൾ അവിടെ ഒരു എലി ഉണ്ടായിരുന്നു. അപ്പോൾ മുയലിനൊരു ക്യാരറ്റ് കിട്ടി. പൂച്ച ചാടി പിടിക്കാൻ നേരത്ത് എലി അങ്ങ് പെട്ടെന്ന് ഓടിപ്പോയി. അപ്പോൾ പൂച്ച കോളത്തിൽ വീണു. അപ്പോൾ എസിക്കനെ വന്നപ്പോൾ മുയൽ വന്നു. മുയൽ പറഞ്ഞ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ആനച്ചേട്ടനെ വിളിച്ചോണ്ട് വരാൻ. കഥ കൊള്ളാമോ? ഇഷ്ടമായാ? ഇഷ്ടമെങ്കിൽ കയ്യടി കൊടുത്തേ. അമ്മമാർക്ക് അറിയാവുന്ന കഥകൾ തീർന്നതോടെ കുട്ടികളോടൊപ്പം
അമ്മമാർ സ്കൂൾ ലൈബ്രറി സന്ദർശിച്ച് വലിയ വായനക്കാരായി മാറി. സ്കൂൾ ലൈബ്രറിയിലെയും ക്ലാസ് ലൈബ്രറിയിലെയും ബാലസാഹിത്യ കൃതികൾ വായിച്ചു കഴിഞ്ഞ കുട്ടികൾ പുതിയ പുസ്തകങ്ങൾ തേടി സമീപത്തെ APJ സ്മാരക ലൈബ്രറിയിലും എത്തി. അധിക വായനയ്ക്കായിട്ട് കുറേയധികം പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ നമുക്ക് മുതിർന്നവർക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളാണ് ധാരാളം. കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷേ നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സ്കൂളിലേക്ക് ആവശ്യമായ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നമ്മളൊരു പൊതുജന പങ്കാളിത്തത്തോടു കൂടി നമ്മുടെ നാട്ടുകാരിൽ നിന്ന് തന്നെ ശേഖരിച്ച് നമ്മൾ കുട്ടികൾക്ക് തരുന്നൊരു പദ്ധതിയാണ് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാലസാഹിത്യ കൃതികൾ ലൈബ്രറിയിൽ കുറവായ സാഹചര്യത്തിൽ പ്രാദേശികമായ പുസ്തക ശേഖരണം എന്ന നൂതന ആശയം നടപ്പിലാക്കപ്പെട്ടു. നാട്ടുകാരിൽ നിന്ന് ലഭ്യമായ ബാലസാഹിത്യ കൃതികൾ കുട്ടികൾക്കും അമ്മമാർക്കും ഉപകാരപ്രദമായി. തുടർന്നാണ് കുട്ടികൾ സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു നൂതന പദ്ധതിയെക്കുറിച്ച് അധ്യാപകർ ആലോചിച്ചത്. അതാണ് പുസ്തക കുടുക്ക പദ്ധതി. അധ്യാപകർ കുട്ടികൾക്ക് കുടുക്കകൾ സമ്മാനമായി നൽകുകയും കുടുക്കകൾ നിറയുമ്പോൾ അതിലെ നാണയത്തുട്ടുകൾ ചേർത്ത് പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന പദ്ധതിയാണത്. മക്കളെ, എല്ലാവരും കുടുക്കകൾ കൊണ്ടുവന്നോ? എല്ലാവരുടെ കുടുക്കകൾ നിറഞ്ഞോ? എന്തിനാണ് ഈ കുടുക്കയിൽ നാണയങ്ങൾ ഇട്ടത്? നവംബർ 14 ശിശുദിനമല്ലേ? നമുക്ക് അന്ന് സ്കൂളിലേക്ക് പുസ്തക വണ്ടിയെ എത്തിച്ച് അതിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങിയാലോ? നിറഞ്ഞ കുടുക്കകളുമായി ആവേശത്തോടെ കുട്ടികൾ സ്കൂളിലെത്തി. ആ തുക കൊണ്ട് അവർ പുതിയ പുസ്തകങ്ങൾ വാങ്ങി. തങ്ങൾക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ അവർ തന്നെ തിരഞ്ഞെടുത്തു. സ്വന്തമാക്കിയ പുസ്തകങ്ങൾ കൊണ്ട് വീടുകളിൽ ലൈബ്രറികൾ സജ്ജീകരിക്കപ്പെട്ടു. പുതുതായി പണിത വീടുകളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ലൈബ്രറികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഗൃഹപ്രവേശന ദിവസം തൻ്റെ വീട്ടിലെ ലൈബ്രറി നാട്ടുവായനയ്ക്കായി തുറന്നുകൊടുത്ത് 4ാം ക്ലാസ്സുകാരൻ അദ്വൈത് മാതൃകയായി. പുസ്തകങ്ങൾ സമ്മാനം കൊടുക്കുന്ന രീതി, പുസ്തക സംസ്കാരവും ക്രമേണ നാട്ടിൽ വ്യാപകമായി. വീട് വെച്ചപ്പോൾ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിലൊരു ഹോം ലൈബ്രറി സെപ്പറേറ്റ് തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞങ്ങൾ കൂടെ നിന്നു. അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി. അത് നാട്ടുകാർ കൂടി പ്രയോജനപ്പെടുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലും ലൈബ്രറി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണ ഹോം ലൈബ്രറി പ്രഖ്യാപനം മലയാളത്തിന്റെ പ്രിയ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ നിർവഹിച്ചു. ക്രമേണ കുട്ടികൾ തങ്ങളുടെ പുസ്തകങ്ങൾ സമൂഹ വായനയ്ക്ക് കൂടി ലഭ്യമാക്കി. അങ്ങനെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും ഹോം ലൈബ്രറികൾ നാട്ടുവായനശാലകളായി. അതിന്റെ പ്രഖ്യാപനം നിർവഹിച്ചു. കൂട്ടുകാരെ, ഞാൻ ഈയിടെ വായിച്ച ഒരു കഥയാണ് 4 മണിപ്പൂവ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ വീരാൻകുട്ടിയാണ്. ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത്. വളരെ മനോഹരമായാണ് ഇദ്ദേഹം ഈ കഥ രചിച്ചിരിക്കുന്നത്. അങ്ങനെ വിദ്യാലയത്തിലും നാട്ടിലും വായന പടർന്നു. മികച്ച വായനക്കാരായ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഈ പ്രക്രിയയിൽ പങ്കുചേർന്നു. കഥകൾ വായിച്ചും കേട്ടും കുട്ടികളുടെ ഭാഷാശേഷി വികസിച്ചു. അവർ പുസ്തകക്കുറിപ്പുകൾ എഴുതി തുടങ്ങി. രസകരമായ ചിത്രങ്ങളും അതോടൊപ്പം അവർ വരച്ചു. നല്ല വായന നല്ല എഴുത്തിന് കാരണമായി. കുട്ടികൾ ഭാവനാത്മകമായി രസകരമായ ഭാഷയിൽ എഴുതി തുടങ്ങി. എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിച്ച് പുസ്തകക്കുറിപ്പുകൾ എഴുതി കുട്ടികൾ വിദ്യാലയത്തിൽ എത്തിത്തുടങ്ങി. അടുക്കളയിൽ നിന്നും വന്ന ദോശയുടെ മണം കേട്ടാണ് ഉണർന്നത്. അമ്മയുണ്ടാക്കിയ ദോശയും ചമ്മന്തിയും രുചിയോടെ കഴിച്ചു.
സ്കൂളിലെത്തിയപ്പോൾ നിറയെ ബഷീർ ചിത്രങ്ങൾ. സ്കൂളിൽ പോയിട്ട് വരുന്ന വഴി ഒരു പൂമ്പാറ്റയെ കണ്ടു. മഞ്ഞ, നീല, കറുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള പൂമ്പാറ്റ. എനിക്ക് അതിനെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഉച്ചയ്ക്ക് പടം വരപ്പിന് പോയപ്പോൾ ഞാൻ നന്നായി വരച്ചു എന്ന് സാർ പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇന്ന് മുഴുവൻ സ്വപ്നത്തിലെ പാവക്കുട്ടിയായിരുന്നു എൻ്റെ മനസ്സിൽ. വീട്ടു ലൈബ്രറികൾ വന്നതോടെ കുട്ടികളുടെ വായനാശീലം വർദ്ധിച്ചു. അവരുടെ സർഗാത്മക രചനകൾ ഡയറിയിലെ വരികളും വരകളുമായി. അങ്ങനെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും ഡയറി കുറിപ്പുകളാണ് പുസ്തക രൂപത്തിൽ പുറത്തു വന്നത്. ഈ പ്രക്രിയയിലൂടെ രക്ഷകർത്താക്കൾ മികച്ച വായനക്കാരും തുടർന്ന് എഴുത്തുകാരുമായി. ഹോ, എന്തൊരു ചൂടാണ് ദൈവമേ! ഒരിറ്റു മഴയ്ക്ക് വേണ്ടി കൊതിച്ചു പോകുന്നു. അതെങ്ങനാ? മഴ പെയ്തു തുടങ്ങിയാൽ എന്തൊരു നശിച്ച മഴ, ചൂടാണെങ്കിലോ എന്തൊരു നശിച്ച ചൂട്. ചുറ്റുപാടുമുള്ള മരങ്ങളും ചെടികളും ആടാൻ തുടങ്ങി. കൂടെ ഇടിമുഴക്കവും മിന്നലും കാറ്റും എല്ലാം കൂടി ഒരുമിച്ച് വന്നു. കത്തിജ്വലിക്കുന്ന കൊടും ചൂടിൽ ഒരിറ്റു നീരിനായി പാറുന്ന പക്ഷികൾ, പാതയോരത്ത് ചെറുപുൽ ചെടികൾ, പുഷ്പങ്ങൾ, വണ്ടുകൾ, പ്രാണികളൊക്കെയും. സ്കൂളിൽ നടന്ന അമ്മ പതിപ്പ് പ്രകാശന ചടങ്ങിൽ രക്ഷിതാക്കളുടെ രചനകൾ പ്രകാശിതമായി. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒപ്പം നാട്ടുകാരുടെയും വായനാശീലം വളർത്തുന്ന നിലയിലേക്ക് പുസ്തകക്കുടുക്കയിൽ നിന്ന് പുസ്തക ഉടമയിലേക്ക് എന്ന സ്കൂൾ പ്രവർത്തനം മാറി. ഒരു നാടിനെ വായനയിലേക്ക് നയിക്കാൻ ഇടയാക്കിയത് ഒരു ഗവൺമെൻറ് LP സ്കൂളും അവിടുത്തെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും നാട്ടുകാരും അവർ നടത്തിയ വിവിധ പദ്ധതികളും അവയുടെ തുടർ പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെ പുസ്തകക്കുടുക്ക എന്ന പദ്ധതിയിലൂടെ ഒരു വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ ലൈബ്രറികൾ ഒരുങ്ങിയ കേരളത്തിലെ വിദ്യാലയങ്ങളിലൊന്നായി തോട്ടയ്ക്കാട് ഗവൺമെൻറ് LP സ്കൂൾ.